എസ്റ്റിമേഷൻ ഇൻ പെർസെൻറ്റേജസ്. പെർസെൻറ്റേജിലുള്ള എസ്റ്റിമേഷൻ ഏകദേശം കണക്കുകൂട്ടലിനാണ് എസ്റ്റിമേറ്റ് ചെയ്യാന്ന് പറയാം. കൃത്യമായ കണക്കുകൂട്ടലല്ല, നമ്മളെ മനസ്സിൽ കൂട്ടണല്ലേ ആ കാൽക്കുലേഷനാണ് സാധാരണ എസ്റ്റിമേഷൻ എന്ന് പറയാം. അപ്പോൾ യുവർ ബിൽ ഇൻ എ ഷോപ്പ് ഈസ് 577. അപ്പോൾ 577 നമ്മൾ ഒരു ഷോപ്പിൽ നിന്ന് സാധനം വാങ്ങി, പിന്നെ 80 പൈസയും. ആൻഡ് ഷോപ്പ് കീപ്പർ ഗിവ്സ് എ ഡിസ്കൗണ്ട് ഓഫ് 15, ഏകദേശം 15%, 15%, 15% എന്താണ് ഡിസ്കൗണ്ട് നൽകേണ്ട ഷോപ്പിൽ നിന്ന്. അപ്പോൾ എനിക്ക് ഏകദേശം എത്ര കൊടുക്കേണ്ടി എന്നുള്ളത് എങ്ങനെ എനിക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയാം. ഈ എസ്റ്റിമേഷന് പിന്നെ കാൽക്കുലേറ്ററോ അതിൻ്റെ കൃത്യമായ വഴികളോ അല്ല ഉണ്ടാവുക. നമ്മളെ മനസ്സിന് ഏറ്റവും സിമ്പിളായിട്ടുള്ള വഴിയാണ് എസ്റ്റിമേഷൻ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഒരു ചെയ്ത് നോക്കി, റൗണ്ട് ഓഫ് ദി ബിൽ നിയറസ്റ്റ് ടെൻസ്. 577.80 എന്നല്ലേ, അതായത് 577 80 പൈസ എന്നർത്ഥം. അതിന് നമ്മൾ അടുത്തിട്ടുള്ള ടെന്നിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ റൗണ്ട് ഓഫ് ചെയ്യുന്നു. അപ്പോൾ 577 580 ആക്കുന്നു. നിയറസ്റ്റ് 10 ആകുമ്പോൾ മുകളിലേക്കല്ലേ പോവുക, 5ൻ്റെ മേലാകുമ്പോൾ. അതുകൊണ്ട് 580 ആക്കുന്നു. ഇനി ഫൈൻഡ് ദ 10% ഓഫ് ദിസ്. ഇതിൻ്റെ 10% കണ്ടെത്തുക. അപ്പോൾ ഇത്ര 10% കണ്ടെത്തുക എങ്ങനെ? 10/100 ഇൻറ്റു 50, 580, അതായത് 10/100 ഇൻറ്റു 580. അപ്പോൾ എത്ര? 58. ഞാൻ 58ൻ്റെ പകുതി എത്ര? 29. ഇനി നമുക്ക് ഇവിടെ 15% അല്ലേ, അപ്പോൾ ആദ്യം 58 15%, 10%. 58ൻ്റെ പകുതിയായിട്ടുള്ള 29 5%. രണ്ടും കൂടി കൂട്ടിയാൽ എന്ത് കിട്ടും? 15% കിട്ടുകയും ചെയ്യും. അപ്പം 58ഉം 29ഉം കൂട്ടിയിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? 87 കിട്ടുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയ ബില്ലിൽ നിന്ന് എന്ത് ചെയ്യുക? 87 കുറയ്ക്കുക, അല്ലെങ്കിൽ ഒരു 85 കുറയ്ക്കുക. ഏകദേശം 400 ആകുമ്പോൾ എന്താണ് നമ്മളെ ബില്ല് ടോട്ടല് 495 ആകും ഏകദേശം ഉണ്ടാവുക. അപ്പോൾ 495 റുപ്യ കൊടുത്താൽ മതി. ഇനി ഈ ഒരു രീതിയിൽ ഈ ബില്ലിൻ്റെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട വർക്ക് കേട്ടോ. ഈ ഒരു ബില്ലിൻ്റെ തന്നെ 20% ഡിസ്കൗണ്ട് വരുമ്പോൾ എങ്ങനെയാണ് ബില്ല് എമൗണ്ട് വരിക, അതേമാതിരി തന്നെ 15% 375ൻ്റെ. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ അത് ചെയ്യണം. അത് ചെയ്തിട്ട് ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇത്രയും മാത്രമേ നമുക്ക് ക്ലാസ് എടുക്കുന്നുള്ളൂ, എങ്ങനെയാണ് എസ്റ്റിമേറ്റ് ചെയ്യാൻ. കാരണം എന്താ വെച്ചാൽ ഇത്ര മാത്രം എടുക്കാൻ കാരണം ഇത് വളരെ പ്രാധാന്യമുള്ള സംഗതിയാണ്. കാരണം നമ്മൾ സാധാരണ എല്ലാ ഷോപ്പിക്കും കാൽക്കുലേറ്റർ ആയിട്ടല്ലേ പോവുക. എന്താ ചെയ്യൽ? ഈ സാധാരണ നമ്മളെ മനസ്സിലാണ് എല്ലാതും എസ്റ്റിമേഷൻ വരിക. അപ്പോൾ ഒരു സംഗതിൻ്റെ 15% അല്ലെങ്കിൽ 20%, 30% ഒക്കെ കണ്ടെത്താൻ വളരെ സുഖമാണ്. എങ്ങനെ കണ്ടെത്തുക? ആദ്യം 10% കണ്ടെത്തുക. ഒരു സംഗതിൻ്റെ 10% കണ്ടെത്താനുള്ള സുഖം. അപ്പോൾ 580ൻ്റെ 58 ആകും. 670ൻ്റെ എത്ര ആവും? 67 ആകും. എന്താ കണക്ക് എന്ന് വെച്ചാൽ ഇതാ, ആ ഒരു 0 ഒഴിവാക്കിയാൽ മതി. 670ൻ്റെ 10% 67 ആണ്. 780 റുപ്യാണ് ഇതിൻ്റെ എന്താണ് നമ്മളോട് പറഞ്ഞ വില. ഡിസ്കൗണ്ട് 15% എങ്കിൽ 78 ഉണ്ടാവും. പിന്നെ 78ൻ്റെ പകുതി എടുക്കുക, അതായത് 39. എന്നിട്ട് എന്ത് ചെയ്യുക? 39 78ഉം കൂട്ടുക. ആ സംഗതി എന്ത് ചെയ്യുക? അതിൽ നിന്ന് 780 കുറയ്ക്കുക. അപ്പോൾ ഏകദേശം നമ്മൾ കുറയ്ക്കുന്നതൊക്കെ പിന്നെ നമുക്ക് മനസ്സിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാൻ കണ്ടെത്തുന്നതിനാണ് ഈ എസ്റ്റിമേഷൻ എന്ന് പറയുക. അതുകൊണ്ട് തന്നെ ഈ എസ്റ്റിമേഷൻ എന്നുള്ള ചെറിയൊരു ഭാഗം മാത്രമേ എടുക്കണുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ട വർക്കുകൾ ഇതിൽ തന്നെ ഇവിടെ ഉണ്ട്. ഒന്ന് 20% ഓഫ് ഈ ഇതേ ബില്ലിൻ്റെ 577 ബില്ല് പറഞ്ഞാൽ അതിൻ്റെ 20% എന്താണ് ഡിസ്കൗണ്ട് വരുമ്പോൾ എത്രയാണ്. അതേമാതിരി തന്നെ ഫൈൻഡിങ് 15% ഓഫ് 375ൻ്റെ 15% എസ്റ്റിമേഷനിലൂടെ കണ്ടെത്തണം കേട്ടോ. അപ്പോൾ എസ്റ്റിമേഷനാണ് ഈ 4 സ്റ്റെപ്പാണ് പറഞ്ഞത്. ആ 4 സ്റ്റെപ്പ് കൂടെ കണ്ടെത്തിയിട്ട് നിങ്ങളത് എഴുതിയിട്ട് ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യുക. പെട്ടെന്ന് എന്താണ് അത് സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.